ദിവസം കൊണ്ട് ഒരാൾക്ക് പ്രണയകാലം മുഴുവനും ഒറ്റയ്ക്ക് ആസ്വദിക്കാനാവൂ? സംശയമുള്ളവരാരും പാർവതിയെ കണ്ടിട്ടുണ്ടാവില്ല. ഹരി പറഞ്ഞിട്ട് പോയ വാക്കുകളും പകർന്നിട്ട് പോയ സ്നേഹവും അവളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. പ്രണയത്തിൻ്റെ മാസ്മരിക ലോകം. 1 വർഷത്തോളം ഒരുത്തൻ്റെ ഭാര്യയായിരുന്നിട്ടും അവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിയിട്ടും അവന് നേടിക്കൊടുക്കാൻ കഴിയാത്ത സ്വർഗം ഹരി കുറച്ച് വാക്കുകൾ കൊണ്ട് അവൾക്ക് മുന്നിൽ തുറന്നു കൊടുത്തു. അവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഹരിയാണ്. അവനിൽ നിന്നും തിരിഞ്ഞോടാൻ പ്രേരിപ്പിക്കുന്ന അതേ മനസ്സ് തന്നെയാണ് അവൻ്റെ നോട്ടങ്ങളും വാക്കുകളുമില്ലാതെ തളർന്നു തൂങ്ങിയതെന്ന് പാറു അത്ഭുതത്തോടെ ഓർത്തു. രാത്രിയിലാണ് റിമിയുടെ അരികിൽ നിന്നും തിരികെ എത്തിയത്. അജു വീട്ടിലെത്തിയിരുന്നു. അവരെത്തുന്നതിന് മുന്നേ തന്നെ. കണ്ണനും ഹരിയും വീട്ടിലോട്ട് കയറിയിട്ടില്ല. ഒറ്റയ്ക്കൊരു കല്യാണം നടത്തുന്നതിൻ്റെ ടെൻഷൻ കണ്ണൻ്റെ കണ്ണിൽ അവൻ എത്ര ഒളിപ്പിച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടും ഇടയ്ക്കിടെ തലപൊക്കി കാണിക്കുന്നുണ്ട്. 1 ദിവസം കൊണ്ട് നടത്തേണ്ട കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് ഹരിയുടെ വേവലാതി മുഴുവനും. സീതയെയും പാറുവിനെയും ഇറക്കി ആദ്യം ഹരിയുടെ വീട്ടിലേക്കാണ് കണ്ണനും ഹരിയും പോയത്. ഇത്തിരി നേരം കൊണ്ട് തന്നെ ഒരു കല്യാണ വീടിൻ്റെ പരവേശം കൈവന്നിരുന്നു അവിടമാകെ. നേരത്തെ പറഞ്ഞില്ലെന്നുള്ള പരിഭവമുണ്ടെങ്കിലും കൈമൾ മാഷ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് തള്ളിക്കളയാൻ മാത്രം വിരോധമുള്ളവരാരും ആ നാട്ടിലോ അയാളുടെ കുടുംബത്തിലോ ഉണ്ടായിരുന്നില്ല. വീട്ടിൻ്റെ മുന്നിൽ കാർ നിർത്തി കണ്ണനിറങ്ങിയിട്ടും ഹരി വീടിൻ്റെ നേരെ നോക്കി നിർവൃതിയോടെ അതേ ഇരിപ്പ് തുടർന്നു. ഓർക്കുമ്പോൾ തന്നെ അവനെ ഒരു കുളിര് പൊതിഞ്ഞു നിന്നിരുന്നു. എത്രയോ വർഷത്തെ നെഞ്ചു നീറുന്ന വേദനയ്ക്കുള്ള പരിഹാരമാണ് ഇവിടെ ഒരുങ്ങുന്നത്. തൂവൽ കൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് പോലെ ഹൃദയമാകെയൊരു തിടുക്കം. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഒരു ഭ്രാന്തനെ പോലെ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. പാർവിനോട് ഉള്ളിലുള്ള ഇഷ്ടം പറയുന്നതും അവളുടെയും തൻ്റെ വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെയും നിറഞ്ഞ മനസ്സോടെയും ആ കഴുത്തിൽ താലി ചാർത്തുന്നതും. ചിന്തകൾക്കൊടുവിൽ ഹൃദയം നുറുങ്ങുന്ന വേദന കവിളിൽ കൂടി പടർന്നൊഴുകി പരക്കും. അങ്ങനെ എത്രയോ തവണ. അതെല്ലാം പൂവണിയാൻ പോകുന്നു എന്ന ഓർമ്മകൾക്ക് പോലും വല്ലാത്ത ഭംഗിയുണ്ട്. ഡാ! കണ്ണൻ തട്ടി വിളിക്കുമ്പോഴാണ് ബോധത്തിലേക്ക് തിരികെ വന്നത്. ഇങ്ങോട്ട് ഇറങ്ങടാ കള്ള കാമുക, എനിക്ക് വീട്ടിലോട്ട് പോവാനുള്ളതാ. കണ്ണൻ ഹരിയിരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇന്നിവിടെ കൂടിയാലോടാ? ചോദിച്ചുകൊണ്ട് ഹരി ഇറങ്ങി ഡോർ അടച്ചു. മുത്തശ്ശി ശ്രീനിലയത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചത് നീയും കേട്ടതല്ലേ ഹരി? പോവാതെ പറ്റില്ല. കണ്ണൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ പോയിട്ട് ഇനി അവരോടൊന്നും കൊമ്പ് കോർക്കാൻ നിൽക്കരുത്. അവരൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതൊട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നീ ഇവിടെ നിന്നും പോകില്ലേ? നിന്റെ വഴിക്ക്. അവർക്ക് അവരുടെ വഴി, കേട്ടല്ലോ. പിന്നിലെ ഡിക്കി തുറന്നിട്ട് കവറുകൾ പുറത്തേക്ക് വലിച്ചെടുക്കുന്നതിനിടെ ഹരി ഓർമ്മിപ്പിച്ചു. കണ്ണൻ അലസമായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. രണ്ടാളും കൂടിയാണ് കവറുകൾ പൊറുക്കിയെടുത്ത് അകത്തേക്ക് ചെന്നത്. മാഷും വരതയും സ്നേഹത്തോടെ കണ്ണനെ ചേർത്ത് പിടിച്ചു. കുഞ്ഞി ഓടി വന്നിട്ട് അവനെ ചുറ്റി പിടിച്ചു. കണ്ണൻ അവളെ വാരിയെടുത്ത് മടിയിലേക്കിരുത്തി. അവിടെയുള്ളവരോടെല്ലാം മാഷും വരതയും ഹരിയുടെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് മുഖം കാണിച്ച് പെട്ടെന്നിറങ്ങാൻ നിന്നവനെ സ്നേഹം കൊണ്ട് സൽക്കരിച്ച് മനസ്സ് നിറച്ചാണ് അവർ യാത്രയാക്കിയത്. ഹരിയെ അവൻ്റെ വീട്ടിലാക്കി കണ്ണൻ നേരെ പോയത് ശ്രീനിലയത്തിലേക്കാണ്. മുത്തശ്ശി അവനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങോട്ടൊരു തിരിച്ചുപോക്ക് മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ചില്ലെങ്കിലും മുത്തശ്ശി വിളിക്കുമ്പോൾ പോകാതിരിക്കാനാവില്ല. അതവർക്കും അറിയാം. നേരം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ ശ്രീനിലയത്തിലെ പ്രമാണിമാരെല്ലാം ഉറക്കം പിടിച്ച് കാണുമെന്നും ആ മുഖങ്ങളിലെ നീരസം ദർശിക്കേണ്ടതില്ലെന്നും അവനിലൊരു ആശ്വാസമുണ്ടായിരുന്നു. പോർച്ചിലേക്ക് കാർ ഓടിച്ചു കയറ്റുന്നതിനിടെ തന്നെ ആരെയോ സ്വീകരിക്കുന്നത് പോലെ മലർക്കെ തുറന്നു വെച്ച ഉമ്മറവാതിൽ കണ്ടതും കണ്ണൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇതുങ്ങൾക്കൊന്നും ഉറക്കമില്ലേ ദൈവമേ? പിറുപിറുത്തുകൊണ്ടാണ് കണ്ണൻ കാറിൻ്റെ ഡോർ തുറന്നത്. വാതിൽ തുറന്ന് കിടപ്പുണ്ടെങ്കിലും കയറി ചെല്ലുമ്പോൾ ഹാളിലോ ആ പരിസരത്തോ ആരെയും കാണാത്തതിൻ്റെ ആശ്വാസം കണ്ണൻ്റെ മുഖത്തുണ്ടായിരുന്നു. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ അടിയിലും അവൻ റിമിയെ ഓർമ്മ വന്നു. മുഖത്തുള്ള ശാന്തത മാഞ്ഞു. പകരം വലിഞ്ഞു മുറുകി. നേരെ മുത്തശ്ശിയുടെ അരികിലേക്കാണ് ചെന്നത്. അവരുറങ്ങിക്കാണുമോ എന്നൊരു സന്ദേഹമുണ്ടായിരുന്നുവെങ്കിലും വിളിച്ചിട്ട് വരാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ കാത്ത് അവരുണ്ടാകുമെന്നൊരു തോന്നലിൽ കണ്ണൻ അങ്ങോട്ട് തന്നെ നടന്നു. പക്ഷേ വാതിൽ കടന്ന് കയറി ചെന്നവന് മുന്നിൽ ശ്രീനിലയത്തിലെ പ്രജകളെല്ലാം മുത്തശ്ശിയുടെ ചുറ്റും നിരന്നിരിക്കുന്ന കാഴ്ച അത്ഭുതത്തിനപ്പുറം ആശങ്കയാണ് നൽകിയത്. ഇരട്ട മുഖമുള്ളവരാണ്. ഇനിയും വിശ്വസിച്ച് വഞ്ചിക്കപ്പെടാൻ വയ്യ. കണ്ണാ,
വാ മോനെ. വാതിൽക്കൽ തറഞ്ഞു നിൽക്കുന്ന കണ്ണന് നേരെ നോക്കി മുത്തശ്ശി സ്നേഹത്തോടെ കൈനീട്ടി. അവിടെയുള്ളവരുടെയെല്ലാം കണ്ണുകൾ തന്നിലേക്കാണെന്നുള്ള ഓർമ്മ കണ്ണനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. വാ. വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നവനെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അരിയിലേക്ക് ക്ഷണിച്ചു. തന്നെ നോക്കുന്ന ആർക്കു നേരെയും നോട്ടം നീളാതെ കണ്ണൻ മുത്തശ്ശിയുടെ അടുത്ത് പോയിരുന്നു. വല്ലോം കഴിച്ചോ നീയെ? ചുളിഞ്ഞ കൈകൾ കൊണ്ട് തലോടി ആദ്യം അന്വേഷിച്ചത് അതായിരുന്നു. കണ്ണൻ ചിരിയോടെ തലയാട്ടി. അസുഖകരമായൊരു മൗനം അവിടമാകെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ആരാദ്യം ഭേദിക്കുമെന്നറിയാൻ വേണ്ടി മനഃപൂർവ്വം തളം കെട്ടി നിൽക്കുന്നത് പോലെ. ഉള്ളിലെ ദേഷ്യം കൊണ്ട് കണ്ണൻ അവരോട് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ലെങ്കിൽ ഉള്ളുലയുന്ന കുറ്റബോധവും വേദനയും മറ്റുള്ളവരെ അവനോട് മിണ്ടുന്നതിൽ നിന്നും പിറകോട്ട് വലിച്ചുകൊണ്ടിരുന്നു. എന്തായി കണ്ണാ കാര്യങ്ങളൊക്കെ? മുത്തശ്ശി തന്നെയാണ് മൗനമുടച്ചത്. ഏറെക്കുറെ സെറ്റാണ് മുത്തശ്ശി. ബാക്കിയുള്ളത് നാളെ റെഡിയാക്കണം. എല്ലാത്തിനും ഓടാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ? കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനിയുണ്ടായിരുന്നു കണ്ണനത് പറയുമ്പോൾ. എങ്കിൽ നാളെ മുതൽ നിനക്കൊപ്പം നിന്റെ മാമന്മാർ കൂടി ഉണ്ടാകും. വല്ലാത്തൊരു ആവേശത്തിലാണ് മുത്തശ്ശി അത് പറഞ്ഞതെങ്കിലും കണ്ണൻ്റെ മുഖത്ത് നിറഞ്ഞത് പുച്ഛമായിരുന്നു. ചെയ്തു പോയതൊന്നും നിനക്ക് അത്ര പെട്ടെന്ന് മറന്നു കളയാനാവില്ലെന്ന് മുത്തശ്ശിക്കും അറിയാം കണ്ണ. പക്ഷേ ചെയ്തു കൂട്ടിയ തെറ്റ് തിരുത്താൻ ഇവർക്ക് നീ ഒരു അവസരം കൂടി കൊടുക്കണം. ക്ഷമിക്കണം മുത്തശ്ശി, ശാന്തമായി പറഞ്ഞുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റു. മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് കടന്നു വന്നത്. നാളെ കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. ചുറ്റുമൊന്ന് ഓടി നടന്നതിന് ശേഷം കണ്ണൻ്റെ കണ്ണുകൾ മുത്തശ്ശിയിൽ തടഞ്ഞു നിന്നു. എനിക്കിവരെ വിശ്വാസമല്ല മുത്തശ്ശി. ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കുകയുമില്ല. കണ്ണൻ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. മുത്തശ്ശിക്ക് എന്നെയോ സീതയെയോ കാണാൻ ആഗ്രഹിക്കുന്ന നിമിഷം യാതൊരു മടിയും വിചാരിക്കാതെ വിളിച്ചോളണം. ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും. അതും കൂടി പറഞ്ഞുകൊണ്ട് കണ്ണൻ തിരിഞ്ഞു നടന്നിരുന്നു. മോനെ. സ്നേഹം ചാലിച്ച മാന്ത്രികത നിറഞ്ഞ ഒറ്റ വിളിയിൽ കണ്ണൻ്റെ കാലുകളുടെ ചലനം നിലച്ചു. തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവൻ അനങ്ങാതെ നിന്നുപോയി. നീ പറഞ്ഞ ഓരോ വാക്കും കേൾക്കാൻ ഞങ്ങൾ അർഹരാണ്. അതിനാൽ തന്നെയും അതിലൊന്നിനും നിന്നോട് പരിഭവമില്ല. എനിക്കെന്നല്ല, ഇവിടെ ആർക്കും. അവിടെ കൂടിയ എല്ലാവരുടെയും മനസ്സാണ് അപ്പോൾ പ്രതാപ് വർമ്മയിലുണ്ടായിരുന്നത്. തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരം, അതാണ് ആവശ്യപ്പെടുന്നത്. നീ തോൽക്കുകയല്ല, ഞങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വലുതാകുകയാണ് കണ്ണ. അങ്ങനെ ചെയ്യുമ്പോൾ കണ്ണൻ്റെ തോളിൽ പ്രതാപ് വർമ്മയുടെ കൈകൾ മുറുകി. സ്നേഹത്തോടെ നോക്കുന്ന വല്യമ്മയെ കണ്ണൻ അപ്പോഴും സംശയത്തിൻ്റെ മുനയോടെയാണ് സ്വീകരിച്ചത്. തിരിച്ചൊന്നും പറയാതെ മുത്തശ്ശിയെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം കണ്ണൻ ഇറങ്ങിപ്പോയി. അവനൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു പിന്നീടുള്ള പുലരി മുതൽ കണ്ടു തുടങ്ങിയത്. വീട്ടിലൊരു കല്യാണമേളം ഒരുങ്ങി. ശ്രീനിലയത്തിലെ വിശാലമായ മുറ്റത്ത് വെയിലുദിച്ചുയരും മുന്നേ ഉയർന്ന മണ്ഡപം. ടൗണിലുള്ള ഒരു ഹോട്ടൽ റിസപ്ഷൻ പറഞ്ഞു വെച്ചിരുന്ന കണ്ണൻ സ്വന്തം തറവാട്ടുമുറ്റത്തെ കല്യാണൊരുക്കങ്ങളിലെ തകൃതിയിലേക്ക് നോക്കി നിന്നുപോയി. വല്യമ്മാമ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ഇത്രയും സഹകരണമൊന്നും അവനും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം വീട്ടിലെ കുട്ടിയുടെ കല്യാണത്തിലെന്ന പോലെ ഉത്സാഹത്തിൽ ഓരോന്നിനും ഓടി നടക്കുന്നവരെ നോക്കി കണ്ണൻ നിർവൃത്തിയോടെ നോക്കി. തന്നേക്കാൾ അതിൽ സന്തോഷം ആദിക്കും സിദ്ധുവിനുമാണെന്ന് തോന്നി കണ്ണന്. രണ്ടും കൂടി നിലത്തൊന്നുമല്ല. ഇതിനിടയിൽ ഹരി 2 പ്രാവശ്യം വിളിച്ചിരുന്നു. ശ്രീനിലയത്തിലുള്ളവരുടെ മാറ്റം കണ്ണൻ പറഞ്ഞിട്ടും അവനങ്ങോട്ട് ദഹിക്കാത്ത പോലെ. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് പല ആവർത്തി പറഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ നല്ല അലച്ചിലായിരുന്നതുകൊണ്ട് തന്നെ രാത്രി കിടന്നയുടൻ ഉറങ്ങിപ്പോയിരുന്നു. സീതയെ വിളിക്കണമെന്ന് കരുതിയിരുന്നുവെങ്കിലും ക്ഷീണം കൊണ്ട് അതിനും നിന്നില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുറ്റം മുതൽ അകത്തളങ്ങൾ വരെയും ബഹളമാണ്. പണവും പ്രതാപവും പറഞ്ഞ് മാറ്റി നിർത്തിയവരെയെല്ലാം ശ്രീനിലയത്തിലെ കൊച്ചുമോൻ്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ അവരാരും മറന്നിട്ടില്ല. പാതിരാത്രി എപ്പോഴോ ഉറക്കം ഞെട്ടി പാറു എഴുന്നേൽക്കുമ്പോൾ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ഒരു സൈഡിൽ ലല്ലമോളും മറു സൈഡിൽ അജുവും കിടക്കുന്നുണ്ട്. ഇന്നൊരു ദിവസം കൂടിയ വല്യേച്ചി നമ്മളിങ്ങനെ കിടക്കും, ഇനി കുറേ കാലം വേണ്ടി വന്നേക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അരികിൽ ചേർന്ന് കിടന്നതാണ് അജു. കണ്ണനൊപ്പം അവനും കൂടി പോകുന്നുണ്ടല്ലോ. നാളെ വെളുക്കുന്നതോടെ തൻ്റെ ജീവിതം തന്നെ മാറി മറിയും. ആ ഓർമ്മയിൽ തന്നെ അവളുടെ ഉള്ളം തുടിച്ചു. ഹരിയുടെ പ്രണയാർദ്രമായ മുഖം ഉള്ളിൽ മിന്നി. അവളിലെ കാമുകി തരളിതയായി. തലചിരിച്ച് നോക്കുമ്പോൾ സീതയും നല്ല ഉറക്കത്തിലാണ്. ഈ പെണ്ണിനിത് പേടിയൊന്നില്ലേ? പിന്നെയും ഉറക്കം വരാഞ്ഞതും
പാറു മുടിവാരി പിടിച്ചു കെട്ടിക്കൊണ്ട് എഴുന്നേറ്റു. കല്യാണ വീടിൻ്റെ മേളങ്ങളൊന്നുമില്ല. ആകെയുള്ളത് സുനിൽ മാമയും കുടുംബവുമാണ്. അവരങ്ങ് അമ്പലത്തിൽ വരാമെന്നാണ് പറഞ്ഞത്. പാറുവിൻ്റെ കാര്യം കൂടി അജു വിളിച്ചു പറഞ്ഞിരുന്നു. ആദ്യം ശ്രീനിലയത്തിൽ വെച്ച് കണ്ണൻ സീതയ്ക്ക് താലി ചാർത്തും. അതിനുശേഷം ഹരി പാറുവിനെ സ്വന്തമാക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരിയ ഇരുട്ട് തന്നെയാണ്. നേരം വെളുത്തിട്ടില്ല. അവരുടെ ഉറക്കം ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി പാറു പുറത്തേക്കിറങ്ങി. ഹാളിലെ ലൈറ്റിട്ടുകൊണ്ട് അവൾ മേശയിൽ തലവെച്ച് കിടന്നു. ഉള്ളിലൂടെ ഇളകി മറിയുന്ന കടലിലെ ഓളങ്ങൾ അവളിൽ പ്രകമ്പനം കൊള്ളിച്ചു. വർഷങ്ങൾക്ക് മുന്നേ യാതൊരു വികാരവുമില്ലാതെ ആർക്കൊക്കെയോ വേണ്ടി ഗിരീഷിൻ്റെ താലിക്ക് കഴുത്ത് നീട്ടിക്കൊടുത്ത് അവളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൻ ഉപേക്ഷിച്ചു കളഞ്ഞതോടെ ഇനിയൊരു ജീവിതം മുന്നിലില്ലെന്ന് മനസ്സുകൊണ്ട് എന്നോ ഉറപ്പിച്ചതായിരുന്നു. അവൾക്ക് ആ നിമിഷം ഹരിയെ വിളിക്കണമെന്ന് തോന്നൽ അതിശക്തമായി. തുടിക്കുന്ന ഹൃദയത്തോടെ തിരികെ മുറിയിലേക്ക് ചെന്നു. സീതയുടെ ഫോൺ തപ്പിയെടുത്ത് തിരികെ ഇറങ്ങിപ്പോരുന്നവൾക്ക് ഒരു കള്ളൻ്റെ ഭാവങ്ങൾ കൈവന്നിരുന്നു. ആ നേരം വിളിക്കുന്നതിലെ ഔചിത്യമോ വിളിച്ചാൽ അവനോട് എന്തു പറയുമെന്നോ അവൾ ഓർത്തില്ല. ആ സ്വരമെന്ന് കേട്ടാൽ മാത്രം ശാന്തമാവുന്ന ഹൃദയമിടിപ്പ് അവളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. ഒന്നോ രണ്ടോ ബെല്ല് മാത്രം. പ്രസന്നമായ ഹരിയുടെ സ്വരം. നിനക്ക് ഉറക്കമൊന്നുമില്ലേ പെണ്ണേ? സീതയാണെന്ന് കരുതി കാണും. പാറു ശ്വാസം പിടിച്ച് നിന്നുപോയി. ഹലോ? വീണ്ടും ചോദിക്കുന്ന അവൻ്റെ സ്വരത്തിൽ അല്പം വെപ്രാളമുണ്ടായിരുന്നു. എന്നിട്ടും പാറു മിണ്ടിയില്ല. ഹേയ് പാറു, നീയാണോ? അവൾ ഉത്തരം കൊടുത്തില്ലെങ്കിലും ഹൃദയം ഹൃദയത്തെ തൊടുന്നത് പോലെ ഹരി അവളെ അറിഞ്ഞിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായിരുന്നു അവൻ്റെ ഭയം മുഴുവനും. പാറു, അവൻ വീണ്ടും വിളിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ. വാക്കുകൾ പെറുക്കിക്കൂട്ടി പറഞ്ഞപ്പോഴേക്കും ആ തണുപ്പുള്ള പുലർച്ചെ പോലും പാറു വിയർത്തു പോയിരുന്നു. ഹരിയുടെ ഒരു ദീർഘനിശ്വാസം കേട്ടു. ഉറങ്ങിയില്ലേ പാറു? എത്ര പെട്ടെന്നാണ് അവൻ്റെ ശബ്ദത്തിൽ പ്രണയം കയറിക്കൂടിയത്. പാറു അതിശയത്തോടെ ഓർത്തു. ഇല്ല. നേർത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പാറു മേശയിലേക്ക് കവിൾ ചേർത്ത് വെച്ച് കിടന്നു. പേടിച്ചിട്ടാണോ? ഹരിയുടെ നേർത്ത സ്വരം. പാറു ഒന്നും മിണ്ടിയില്ല. നാളെ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ഓർത്തിട്ടാണോ? ഹരി കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചു. ഹരി എന്ന കൂട്ടുകാരൻ്റെ അരികിലേക്ക് വാ പാറു, നീ ആദ്യം. നീ ആഗ്രഹിക്കുന്നത് വരെയും നിന്നെ ഭയപ്പെടുത്തുന്ന ആ ഭർത്താവ് പുറത്തു വരില്ല, അതുപോരെ? ഹരിയുടെ ചിരിയോടുള്ള സംസാരം ഉള്ളിലെ സംഘർഷം നീക്കി. പകരം അവിടെ പുതിയ പൂക്കൾ വിരിയുന്നു. അവനു വേണ്ടി മാത്രം സൗരഭ്യം വിടർത്തുന്ന പൂക്കൾ.